കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കൂട്ടി ഏകദേശം 40,000 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ ഉണ്ട്, എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കതിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്, എന്തൊക്കെ ദോഷങ്ങളാണ്, എന്തൊക്കെയാണ് നമുക്കതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടാതെ വന്ന കാര്യങ്ങൾ, എന്തൊക്കെയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 40,000 കിലോമീറ്റർ നമ്മുടെ കൂടെ ഓടിയിരുന്ന വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി. എനിക്ക് ഈ വണ്ടി എടുത്തതിൽ നമുക്ക് റൈഡിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബോറോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വണ്ടിയുടെ ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളി തന്നെയാണ്. നമുക്ക് ZR ഇല്ലെങ്കിൽ നമ്മുടെ യമഹയുടെ വണ്ടികളിലെല്ലാം ലുക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ് കാണാനായിട്ടും. ആ ഒരു ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. സ്പോർട്ടി ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു ബാക്ക് സൈഡിലാണ്. ആ ബാക്ക് സൈഡിൽ ഒരു കുറേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നമ്മുടെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ZR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കവറിങ് ബോക്സും കൂടി ഉണ്ടായിരുന്നു. സോ ഈ വന്ന വണ്ടിക്ക് അങ്ങനെ കവറിങ് ബോക്സ് ഒന്നുമില്ല. അതുകാരണം കൊണ്ട് തന്നെ ഈ ചെളിയും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നേരെ അകത്തോട്ടൊക്കെ അടിച്ച് കയറി പോകാനായിട്ട് നല്ല രീതിയിൽ സാധ്യതയുണ്ട്. സോ നമ്മൾ എപ്പോഴും വണ്ടി കഴുകി സൂക്ഷിച്ചാൽ മാത്രമേ അതിനൊരു വൃത്തിയായിട്ട് ഇരിക്കൂ എന്നുള്ളതാണ്. അല്ലായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന വണ്ടികൾക്ക് ഇവിടെ ഒരു കവറിങ് ബോക്സ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അത്രയും ചെളിയും കാര്യങ്ങളൊന്നും അടിച്ച് കയറത്തില്ലായിരുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് ആദ്യം തന്നെ ഞാൻ ഈ ഒരു മീറ്റർ കൺസോളാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 40,115 കിലോമീറ്റർ ഓടിയിരിക്കുകയാണ്. ഇത് എൻജിൻ വാണിംഗ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറിയായിരുന്നു. ഞാൻ ആ ഒരു കേബിളിൻ്റെ കാര്യമായിട്ട് വരാം. അതിന് മുമ്പ് നമുക്കിവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു 4-5 കിലോമീറ്റർ നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വണ്ടി എൻജിൻ സ്റ്റാർട്ടായി കിടക്കുമ്പോൾ കാണുന്ന സ്വിച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഗ്രീൻ കളർ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓണായി ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ വണ്ടി എൻജിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ നമുക്ക് ട്രാഫിക്കുകളിലെല്ലാം പോകുമ്പോഴത്തേക്കിന് നമുക്കത് ഭയങ്കര ഉപകാരമാണ്. കാരണം നമ്മുടെ ഫ്യൂവൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ മാത്രം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്നതാണ്. ഇലക്ട്രിക്കൽ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ്ങിൽ ബ്രൈറ്റ് ലൈറ്റ് ഇടുന്നതാണ് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ഇത് ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ, ഇത് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെയും സിഗ്നൽസ് വരുന്നതാണ്. പിന്നെ ഇത് ഈക്കോ മോഡാണ് നമുക്ക് കാണിക്കുന്നത്. ഏകദേശം ഒരു 60 കിലോമീറ്ററിൻ്റെ താഴോട്ട് നമ്മൾ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈക്കോ മോഡിൽ ഇതിലെ ലൈറ്റ് കത്തി തന്നെ കിടക്കും. ലൈറ്റ് കത്തി കിടക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള മൈലേജ് നമുക്ക് കിട്ടുന്നതാണ്. അത് ഞാൻ ഈ ഒരു വണ്ടിയിൽ നല്ല 100% സാറ്റിസ്ഫാക്ഷനാണ് ആ ഒരു മൈലേജ് കിട്ടുന്നതിൽ. മൈലേജിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ പുറമെ തന്നെ പറയാം. പിന്നെ നമുക്ക് റീസെറ്റ് ബട്ടൺ ആണുള്ളത്. ഇപ്പം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ 12 കിലോമീറ്റർ അടുത്താണ് ഓടിയിരിക്കുന്നത്. ഏകദേശം എനിക്ക് ഒരു ഇതിൻ്റെ ഈ കാണിക്കുന്ന ഒരു കട്ടയിൽ എനിക്ക് ഏകദേശം ഒരു 50-55 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. അതായത് ഈക്കോ മോഡിൽ നമ്മളൊരു 60 കിലോമീറ്റർ ബേസ് ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും 55 കിലോമീറ്റർ അടുത്ത് നമുക്ക് കിട്ടുന്നതാണ്. അവൾക്ക് ഞാൻ വണ്ടിയിൽ കയറിയിരുന്ന വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അടിക്കാനായിട്ട് വടിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ അപ്പം ഞാൻ ഈ ഒരു മീറ്റർ കൺസോളിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ടൈമിങ് കൊടുക്കാത്തത് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം 90,000 രൂപ വില ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. ആ സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഓപ്ഷനും കൂടി കൊടുത്തിരുന്നെങ്കിൽ, നമുക്ക് വേറെ ഒന്നും ഓപ്ഷൻസ് ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ടൈം കാണിക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് ഇത് ഹൈബ്രിഡ് അല്ല കേട്ടോ, ഇത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. 2022 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടിയാണിത്. അപ്പം ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPM ആണ് നമുക്ക് കാണിക്കുന്നത്. ഏകദേശം ഒരു 72 കിലോമീറ്റർ ഒക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു RPM ഇവിടെ ഈ റെഡ് ലൈൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗം വരെ ഫുള്ളായിട്ട് വന്നാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ അകത്തുള്ള ഒരു ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ രാത്രിയിലുള്ള നമുക്ക് ഒരു ബ്രൈറ്റ്നസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമൊക്കെ തന്നെയാണ്. ആ ഒരു ഭാഗമൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ടൈമിങ് കൊടുക്കാത്തത്, നമ്മുടെ എത്ര സമയമായി എന്നുള്ളത് കാണിക്കുന്നത് കൊടുക്കാത്തത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് മാറി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡ് സ്റ്റാൻഡാണ്. സൈഡ് സ്റ്റാൻഡ് മിക്കപ്പോഴും നമ്മൾ ഈ ഒരു 2 വീലറിൽ നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടിലായിരിക്കും. സോ ആക്സിലേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കലി റണ്ണായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിള്ളേരൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പൊന്നു നിൽക്കുന്ന പോലെയൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ആക്സിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷനായിട്ടാണ് വന്നിരുന്നത്. ഈ ഒരു സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോഴത്തേക്കും എഞ്ചിൻ ഭാഗം ഓഫ് ആകുന്നത്. ഇലക്ട്രിക്കൽ ഭാഗമെല്ലാം ഓണായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ എഞ്ചിൻ ഭാഗം വന്ന് നമുക്ക് ഓഫായി വരും സ്റ്റാൻഡ് ഇടുന്ന സമയത്ത്. അതൊരു നല്ലൊരു ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സ്കൂട്ടികളിൽ പ്രാധാന്യമായിട്ടും വേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോഴത്തേക്കിന് വണ്ടി ഓഫ് ആകുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ബ്രേക്ക് അസിസ്റ്റൻറ്റ്, നമ്മൾ നോർമലി ചില വണ്ടികൾക്ക് സ്കൂട്ടിയിലൊക്കെ ഉള്ള പോലെ ബ്രേക്ക് ചെയ്തിരുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 2 വീലറിലും നമുക്ക് സ്കൂട്ടികൾക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു
കയറ്റത്തൊക്കെ കൊണ്ട് വണ്ടി ഇപ്പോൾ നിർത്തുക. നമ്മളൊരു ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കയറ്റത്ത് കൊണ്ട് നമ്മൾ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ്റർലോക്ക് നമുക്ക് തെന്നുന്ന ടൈപ്പിലാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് വിശ്വസിച്ചിട്ടിട്ട് പോകണം. പിന്നെ അതിൻ്റെ പുറകിൽ ഒരു കല്ല് എന്തെങ്കിലും വെച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അന്നേരത്തിന് ആ ഒരു അസിസ്റ്റൻറ്റ് ബ്രേക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്ക്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫൈബർ ഏരിയാസ് ആണ് വരുന്നത്. ഫൈബറായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഫെയ്ഡിങ് സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഭയങ്കര ഒരു സംഭവമായിട്ടുണ്ട്. പിന്നെ ഞാൻ വണ്ടി ആദ്യം എടുത്ത സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. സോ ഇത് രണ്ടും നമ്മൾ ഈ ഒരു ബോക്സ് ഊരിയിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെയാണ് ബാറ്ററി വരുന്നത്. സോ ഏറ്റവും കൂടുതൽ വെള്ളമൊക്കെ നനഞ്ഞ് കയറാൻ പറ്റുന്ന ഒരു ഭാഗമായിരുന്നു അത്. പക്ഷേ അതിൻ്റെ അകത്ത് അങ്ങനെ വെള്ളം കയറി പോകുന്നൊരു സിറ്റുവേഷൻ ഒന്നുമില്ല. ആദ്യം നമ്മൾ പേടിച്ചിരുന്നു, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാറ്ററി നമുക്ക് വിഷയമാകുമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഭാഗത്തിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. സോ നമ്മളത് ഓരോ പ്രാവശ്യം ഓടിച്ചൊക്കെ കഴിയുമ്പോഴല്ലേ നല്ല മഴയുള്ള സമയത്തൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സൈലൻസർ ഭാഗമാണെങ്കിലും നമുക്ക് അടിപൊളി തന്നെയാണ്. കാണാനായിട്ടും കുറച്ച് നല്ലൊരു സ്പോർട്ടി ലുക്കാണ് കൊടുക്കുന്നത്. വണ്ടി ഏകദേശം ഇങ്ങനെ നോക്കിയാൽ തന്നെ ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അങ്ങനെ ഭയങ്കര വലുതായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്നതിൽ LED ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവായിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡോമീറ്റർ കേബിളിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ പൊട്ടിപ്പോവും. ഒന്നേ ഇതിൻ്റെ ബോക്സ് ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഈ കാണുന്ന വയർ പോവും. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സാധനം ഒന്നേ ഇതിൻ്റെ അകത്തൊന്ന് പൊട്ടിപ്പോവും. ഈ ഭാഗം എനിക്ക് ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനൊരു 10 പ്രാവശ്യത്തിൽ കൂടുതലെങ്കിലും ഞാനത് മാറ്റിയിട്ടുണ്ട്. കാരണം ആ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ ആയി എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. ആ ഒരു ഓസ് നമുക്ക് മൊത്തത്തിൽ അത് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത്, എത്ര കിലോമീറ്റർ കവർ ചെയ്തതെന്നുള്ളതൊന്നും കാണിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമുക്കത് ഭയങ്കര ഡേഞ്ചറുള്ള സംഭവമാണ്. സോ അതുകാരണം കൂടി ഞാൻ അത് മാറ്റി കഴിയുമ്പോഴത്തേക്കിന് ഒരെണ്ണം കൂടി ഞാൻ എക്സ്ട്രാ സ്പെയർ മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് പോയാൽ തന്നെ അപ്പോൾ തന്നെ മാറ്റാൻ വേണ്ടി ഒരു സ്പെയർ, കാരണം അത് കാരണം കൊണ്ട് ഞാൻ അത് മാത്രം മേടിച്ച് വെച്ചേക്കുകയാണ്. പിന്നെ ടയറിൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമില്ല, നല്ലതാണ് നമുക്ക് നല്ല വഴികളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും. പിന്നെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ, അങ്ങനത്തെ ഫ്രണ്ടിലത്തെ ആ ഒരു സോക്കറ്റിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളതൊന്നുമല്ല. കാരണം മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ കട്ടർ റൂട്ടിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കുലുക്കങ്ങളുണ്ട്, നല്ല രീതിയിൽ ചാട്ടമുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 93 കിലോ കണ്ടുള്ളൂ വണ്ടിയുടെ വെയിറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ടും ആയിരിക്കാം. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ എനിക്ക് അത്രയ്ക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ബാക്കൊക്കെ ഓക്കെയാണ്, പക്ഷേ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ മാത്രം എനിക്ക് അങ്ങനെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ യമഹയുടെ വണ്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഈ ടൈപ്പുള്ള ഇൻഡിക്കേറ്ററാണ്. ഇപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇനിയിപ്പം കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ആയി വരേണ്ടതാണ്. ഇൻഡിക്കേറ്റർ ഈ ഒരു ഷേപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയത് നല്ല രീതിയിൽ വരേണ്ടതൊക്കെയാണ്. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ് ആണെങ്കിലും ആ ഒരു ടൈപ്പിൽ തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ടെക്നിക്കൽ പരമായിട്ടൊന്നും കാര്യങ്ങളല്ല പറയുന്നത്. ഞാനൊരു 40,000 കിലോമീറ്റർ ഓടിയതിൽ എനിക്ക് വണ്ടിക്ക് പണിയായിട്ട് വന്നതൊന്നും വന്നിട്ടില്ല കൂടുതലായിട്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു 2,500 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സർവീസ്, കമ്പനി സർവീസ് നമുക്കൊരു 25,000 കിലോമീറ്റർ വരെയായിരുന്നു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് കമ്പനി തന്നെ പോയി സർവീസ് ചെയ്യാം. ഞാൻ കമ്പനി തന്നെ സർവീസ് ചെയ്യുന്നുണ്ട്, മേജറായിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ഓയിൽ മാത്രമാണ് 2,500 കിലോമീറ്റർ കൂടുമ്പോൾ ഞാനത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഭാഗത്തൊന്നും കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇത്ര നാളായിട്ട് വണ്ടി ഒറ്റ എടുപ്പിൽ തന്നെ സെൽഫിൽ നമ്മൾ അടിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാകും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും കിക്കറുള്ള വണ്ടികൾ രാവിലെ എടുക്കുമ്പോൾ കിക്കർ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീതിയുള്ള ടൈപ്പ് സീറ്റാണ് ഈ ഒരു ഇരിക്കുന്നത്. ബാക്കി ഇരിക്കുന്നവർക്ക് കുറച്ചും കൂടി വീതിയുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാളിങ്ങനെ കയറി ഇരിക്കുന്ന സമയത്ത് മസിൽ പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ വണ്ടി പക്കാ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ, അത് ഒരു നല്ല നിരപ്പായിട്ടുള്ള റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ വെച്ച് നമ്മൾ പോയാൽ തന്നെ ഏകദേശം എനിക്ക് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിൽ എനിക്ക് കിട്ടുന്നത് 270-75 കിലോമീറ്റർ അടുത്ത് മൈലേജൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഈക്കോ മോഡിൽ 60 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് നമ്മൾ
നമ്മൾ റൺ ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 1 ലിറ്റർ പെട്രോളിൽ ഒരു 52 മുതൽ 55 കിലോമീറ്റർ മൈലേജ് വരെ എനിക്ക് കിട്ടാറുണ്ട്. സോ അതിനോട് ഞാൻ മൈലേജിൻ്റെ ഭാഗത്ത് സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈബ്രിഡ് കൂടി വന്നിരിക്കുന്നുണ്ട്. ഏകദേശം പുതിയ വണ്ടികൾക്ക് ഹൈബ്രിഡും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടി വരുമ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിലുള്ള മൈലേജുകൾ കൂടി വരുന്നത് തന്നെയാണ്. ഏകദേശം ഒരു 60-65 കിലോമീറ്റർ എങ്ങാണ്ടാണ് കമ്പനി പറയുന്നതാണ് തോന്നുന്നത്. എനിക്ക് അതിനെ വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും എൻ്റെ വണ്ടിക്ക് ഏകദേശം ഒരു 55 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ചിങ്ങും സംഭവങ്ങളും പിന്നെ വണ്ടികളുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ ഓടിക്കുവാണെങ്കിൽ എത്ര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആദ്യം എടുത്തൊരു പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയിൽ പക്കാ സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം അതങ്ങ് ശീലമായി പോയിരിക്കുകയാണ്. ഇനി പുതിയ പുതിയ വണ്ടികൾ വരുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതിൻ്റെ പുതിയ മോഡൽസ് എല്ലാം ഇപ്പോൾ പുതിയത് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പക്കാ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അത് നമ്മുടെ ഹൈ റേഞ്ച് മേഖലകളിൽ വണ്ടി ഓടിക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൈലേജ്, ഞാനൊരു 70 കിലോമീറ്ററൊക്കെയാണ് ഹൈവേ പോകുമ്പോഴത്തേക്കിന് ഒരു 270 കിലോമീറ്റർ സ്പീഡൊക്കെ മൈലേജ് കിട്ടുകയെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 60 ഈക്കോ മോഡൽ പോകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് നമുക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്കൂട്ടുകൾക്കെല്ലാം ബെൽറ്റാണ് വരുന്നത്, നമുക്ക് ചെയിനല്ലല്ലോ വരുന്നത്. അപ്പോൾ അത് സാധാരണ 20,000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മളത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് മാറ്റേണ്ടതായിട്ടൊക്കെ വരുന്നത്. 20,000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. അപ്പം ആ ഭാഗമൊക്കെ നോക്കിയിട്ട് അത് ഓക്കെയാണ്, അത് മാറ്റേണ്ടതായിട്ടാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വലിവും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഞാൻ ഈ ഒരു വണ്ടി എടുത്തതിലും ഈ വണ്ടി ഇത്ര നാൾ ഓടിച്ചതിലും സാറ്റിസ്ഫൈഡ് തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കത് ശീലമായി മാറി, ഒന്നും കുഴപ്പമില്ല. പുതിയ പുതിയ വണ്ടികളൊക്കെ ഇറങ്ങുമ്പോഴത്തേനും പുതിയ രീതിയിലുള്ള നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ പുതിയ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വേഗം വരുന്നതുവരെ ബൈ.